ദുബായിൽ ഓണം വന്നേ. ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ കൂട്ടുകാരെ, നമുക്ക് ഓണം വന്നല്ലോ. ആർപ്പോ ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ജയജേഷോടും ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും വക ഹാപ്പി ഓണം. അപ്പൊ ഗൈസ്, ഓണാണ്. ഓണത്തിന്റെ മെയിൻ സംഭവം എന്താ? പൂക്കളവും സദ്യയും. 2025 നമ്മുടെ ചാനൽ ജയജേഷോടെ ഫസ്റ്റ് ഓണമാണിത്. അപ്പൊ അതില് പൂക്കളം റെഡിയായി. നിങ്ങൾ ഓണത്തിന് ഹാപ്പിയാ? അപ്പോ എല്ലാവർക്കും തിരുവോണത്തിന്റെ ആശംസകൾ. ഹലോ ഹാപ്പി ഓണം. നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടത്? കേരളേക്കാൾ മുമ്പ് കൊണ്ട സാധനങ്ങൾ കാണിക്കണം നമുക്ക്. പച്ചടിയോ? പച്ചടി ആ കണ്ണാന്ന് എനിക്ക് അത് തരാം. അടുത്താള് എന്നിട്ട് കാബേജ് കാണണം. അത് എന്തെങ്കിലും കൊണ്ടാൽ മാത്രം അത് കയറ്റുള്ളൂ കേട്ടോ. ശരിയാണ് ഗൈസ്. അയ്യോ, കാളൊന്നും കിട്ടല്ലോ. കാളനുണ്ട്. പിന്നെന്താ? ഓക്കെ, അപ്പൊ ഇവരകത്ത് കയറ്റാം. ഹാപ്പി ഓണം. ഫുഡ് എന്തിട്ടാ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാത്രം അകത്ത് കയറ്റുള്ളൂ. ഹാപ്പി ഓണം. സ്പെഷ്യൽ പായസം കൊണ്ടുവന്നേക്കണേ. താങ്ക് യു സോ മച്ച്. ഇങ്ങോട്ടോക്കിയേ. ഹായ്, ഒരു ഹായ് പറഞ്ഞതില് ഇങ്ങോട്ട് നോക്കി പറയേ. എല്ലാരും പറയേ. കുഞ്ഞു ഇങ്ങോട്ടേക്ക്. ഹാപ്പി ഓണം. ജെറാഡിനെ കൊണ്ടാണ് ഇപ്രാവശ്യം എല്ലാ പണിയും നമ്മൾ എടുപ്പിക്കുന്നത്. ജെറാഡാണ് വീട് പുതുക്കാൻ സഹായിച്ച ജെറാഡും ജേഡനും. സ്പെഷ്യൽ താങ്ക്സ് ടു ജെറാഡ്, മൈക്കിൾ, ലിയോ ആൻഡ് ജേഡൻ ജേക്കബ് ലിയോ. ചോക്കട്ടെ. സൂപ്പർ സൂപ്പർ. ചാറ്റന്ന്. എന്റെ അടുത്ത് അവൻ വലിയ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും പറയാനാണ് പറയുന്നത്. ഓണത്തിനെ പറ്റി പറയാൻ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇവര് അത്തയിട്ട ശേഷം ഞാൻ സംസാരിക്കുന്നത്. അങ്ങോട്ട് നിങ്ങൾ വന്നോ? അപ്പൊ ഞങ്ങൾക്ക് ഓണസദ്യ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാട്ടെ. ഞങ്ങള് ഇതേ ചോറുണ്ട്, പിന്നെ ഇതേ ഫ്രണ്ട്സ് കൊണ്ടുവന്ന കാളൻ, പിന്നെ ഇതേതാ കാബേജ്, പിന്നെ നമ്മുടെ അനീഷയുടെയും ജിതീഷിന്റെയും സ്പെഷ്യൽ അടപ്പായസം, പിന്നെ നമ്മുടെ കൂട്ടുകറി, അതിന് സാമ്പാർ, എല്ലാവർക്കും ഇഷ്ടമുള്ള പപ്പടം, പിന്നെ എന്തൊക്കെയാ ഉള്ളത്? അതാ നമ്മുടെ എലിശ്ശേരി, മത്തങ്ങയും പയറും എലിശ്ശേരി. ഇതെന്താണ്? ഇത് നമ്മുടെ
അയ്യോ ഇതെന്താണ്? അച്ചടിയല്ല, ഇതെന്തിനത്? ഇത് മറ്റേ സാധനം. അയ്യോ അവിയല് ഇത് നമ്മുടെ ഉലുവാന്നൊക്കെ പറയില്ലായിരുന്നു. മറന്നുപോയി. നമ്മുടെ കൊണ്ടാട്ടം കുറച്ച് വറുത്തിട്ടുണ്ട്. പിന്നെതാ അവസാനം നമ്മുടെ ബീട്രൂട്ട് പച്ചടി, അത് കിച്ചടിയോ എനിവേ ബീട്രൂട്ട് കറി. പിന്നെ പായസത്തിന്റെ കൂടെ കോട്ടക്കാഴിക്കാൻ പഴം. ഓക്കെ, എല്ലാമായി. അപ്പൊ നമ്മള് പൂക്കളം ഇടുന്നില്ല, തുടങ്ങിയിട്ടുള്ളൂ. ഹാപ്പി ഓണം.
ക്യാബേജ്. എന്തിട്ടാ? 4 പേര്. സാമ്പാർ. സാമ്പാർ ഐറ്റംസ് പറയണോ? ഇത് ഒരു തരം മത്തങ്ങയും ഒരു പയറേല് ഒരു തരം ഇത് പാകിസ്ഥാൻ ബീട്രൂട്ട് വെച്ചുള്ള കിച്ചടി. അത് കച്ചടിയാണ്. കച്ചടിയാ പിച്ചടി എന്താ? ഇത് കാളൻ, കാളൻ, പപ്പട്, പപ്പട്, this one, അവിയൽ, അവിയൽ, വാഴല, ഒറിജിനൽ വാഴല. ഇത് ചോറ്, ഇത് കൊണ്ടാട്ട മുളക്, പിന്നെ നമ്മുടെ നമ്മുടെ ഐറ്റംസ് കായ് വറുത്തതും ശർക്കര വറുത്തിയും, അച്ചാറ്. അച്ചാറാ? അച്ചാറല്ലല്ലോ, ചിക്കനാ. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഫോക്കസ് എന്താണ് ചിക്കനോ? ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങാന്ന് പറയണേ. സൈഡില് എറണാകുളം സൈഡില് ചിക്കൻ ഉണ്ട് guys. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. എറണാകുളം ഗൈസ് കമന്റ് ബിലോ. എറണാകുളം സൈഡുണ്ട്. ഞാൻ എന്റെ സ്കൂൾ ഇവിടെ തള്ളി തീരുമാനിക്കും. ഡിബേറ്റ് കേട്ടോ. മൂന്നാമത്തെ ഓണത്തിനാണെന്നാണ്, രണ്ടാമത്തെ ഓണത്തിനാണെന്നാണ് ഭവതി പറഞ്ഞത്. അപ്പൊ അങ്ങനെ അതെ. ഇത് ഞാൻ ചോദിച്ചു ഇതെന്ത് ചിക്കന്, അതിനാണ് ഇനിയിപ്പോ ചിക്കൻ ആയാലും എന്തായാലും ഞാൻ കുഴച്ചടിച്ച് തിന്നും. നമ്മളിവിടെയാണെല്ലാം വിളമ്പാൻ പോണത്. ഈ വിഭവത്തിനാണ് നല്ല ചിക്കൻ. ഇത് ഉരുളക്കിഴങ്ങ് കറിയാണെന്നാണ് പറയണത് ഗൈസ്. ഇഞ്ചമ്പുളി വന്ന് ഗൈസ്. ആദ്യം ഇഞ്ചിയാണ് വിളമ്പുണ്ടായത്. പിന്നെ ചോറ്, പായസം കുട്ടി, നിങ്ങൾ എന്റെ പിന്നാലെ വരാൻ ഞാൻ ഇപ്പോഴും ഇങ്ങനെ പോണ്ടേന്ന് അല്ല നീ എന്താണ് എടുക്കുന്നത്? ഞാൻ പഴം, ബനാന ചിപ്സ്. ബനാന ചിപ്സ്. ഇതിന്റെ പേര് മലയാളത്തിൽ അതെ, ചക്ക വറുത്തത്, കായ വറുത്തത്, കായ വറുത്തത്. ഈ കുട്ടി എന്താ നേരത്തെ നോക്കി എങ്ങോട്ടൊന്ന് നോക്കിയ, നേരത്തെ ഞങ്ങളടുത്ത് ചോദിക്കുക ചിക്കനാണോ, എന്താ ഇപ്പൊ പഴം. എന്താ എന്താ സ്നേഹം നിനക്ക് പറ്റുക? എന്താ സംഭവം? വിശന്നിട്ടാണോ? പ്ലീസ് നിങ്ങൾ അറിയണ്ടേ, ഇവിടത്തെ സമയം നിങ്ങൾ കാണേണ്ടതാണ്. 4:30. ആ എന്തോ കേട്ടില്ല. ജിതീഷേട്ട കലം കൊണ്ട് നിക്കാതെ അങ്ങോട്ട് വിളമ്പിക്കേ. പരിപ്പ്, കാളന പരിപ്പ് എന്ന് പറയണ ജിതേഷേട്ടൻ. ഓക്കെ, അങ്ങനെ 2020 ഓണം ഞാൻ ചോറ് സാമ്പാറ് രണ്ടെണ്ണത്തെ പൊക്കോ, അല്ലെങ്കിൽ രണ്ടാമത് വരേണ്ടി വരും. ആ
ഞാൻ തരില്ല. നിങ്ങൾ ഇതിന് കളയാണ്ട് പാലട പായസം. ജയ്ഡന്റെ ഒരു കാര്യം ചെയ്യ്. അടപ്രഥമൻ കഴിക്കാൻ പോവാ. നമ്മളെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പറഞ്ഞാൽ ആദ്യം പഴം വെച്ചിരിക്കുന്ന എടുത്തിട്ട് ക്യാപിറ്റി സെറ്റ് ചെയ്ത് വെക്കും, എന്നിട്ട് അടപ്രഥമ ഒഴിക്കും, ലാസ്റ്റ് പാപ്പാടം സെറ്റാക്കും. എന്റെ അടുത്തായിരുന്നു ഹെലൻ ചേച്ചി. ഹെലൻ ചേച്ചിയുടെ ഇറന്ന് കാണിച്ചേടാ. ഇനിയൊന്നുമില്ല ഇതില്. അടുക്കളയിലേക്ക് പോയിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. തുടങ്ങി ആരും കഴിക്കാനില്ല എന്നുള്ള കാരണം പറഞ്ഞു. അത് പിന്നെ ഞാൻ ഇതൊക്കെ വേസ്റ്റ് ആക്കാന്ന് ഓർത്തിട്ടാ. അതെ, പെട്ടെന്നൊരു ഐഡിയ തോന്നുന്ന സാറിന്. ചേച്ചി അത് കഴിഞ്ഞിട്ട് നടന്ന് ഈ ഇലകളിലൊക്കെ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ജയജേഷയുടെ ഫസ്റ്റ് ഓണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. എന്താണ് നിങ്ങൾക്ക് ഓണത്തെ പറ്റി പറയാനുള്ളത്? ആഘോഷം നമ്മുടെ നാട്ടാത്ത നല്ലൊരു ആഘോഷമല്ല അതുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റുള്ളൂ. ഇതുപോലൊക്കെ അതുകൊണ്ട് ഹാപ്പിയാ? ഹാപ്പി ഓണം. അടുത്തത് ഗെയിംസ് ആണ് കേട്ടോ. നമ്മൾ ഓണസദ്യ കഴിഞ്ഞു, ഇനി നമ്മൾ ഗെയിംസ് ഒക്കെ ആയിട്ട് ഒന്ന് ചില്ലാവാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പൊ ഫസ്റ്റ് ഗെയിം ഇത് വെച്ചിട്ടാണ്, അതായത് ഹെഡ്സെറ്റ് വെച്ച് 2 ടീമാട്ടോ. ഞങ്ങള് ഗേൾസ് ഒരു ടീമും ഇവര് വേറൊരു ടീമും. അപ്പൊ എന്തായാലും നമ്മളെ ജയിക്കുള്ളൂ. ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ ഈ ഹെഡ്സെറ്റ് വെച്ചിരിക്കും, അടുത്ത ടീമിലെ ആള് ഒരു സിനിമ പേര് പറയും. അത് എന്താ പറയാ, ഈ ഹെഡ്സെറ്റിൽ ഇരിക്കുന്ന ആള് ഗസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറയണം. നമ്മൾ ടൈമറൊക്കെ വെക്കും, അത് കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ആരാണോ കൂടുതൽ പോയിന്റ്സ് വരുന്നത് അവര് ജയിച്ചതായിട്ട് നമ്മള് പ്രഖ്യാപിക്കും. അപ്പൊ ടോസ് പിക്ചർ ഉള്ളത് ആണുങ്ങള്, പിക്ചർ ഇല്ലാത്ത പെണ്ണുങ്ങള്. പിക്ചർ ഉള്ളത് തിരിച്ച് കൈ തിരിച്ച് അവിടെ നീ സംസാരിക്കാൻ സ്ക്രീനിലോട്ട് കയറിക്കോ. കോഴി, രണ്ട് കോഴി 2 ലെറ്റർ. രണ്ടാമത്തെ
കേട്ടോ. ചമ്മളി നീ ബാച്ചിലർ ഞങ്ങളോട് പറയണ്ടേ? ഇവിടെ ഈ ചേട്ടൻ കാണരുതല്ലോ. മുന്നിട്ട് നിൽക്കുവാണ്. എന്തേലും ട്രൈ ചെയ്തു. നാല് വാക്കാം. കഷ്ടം തന്നെ. നീ ഇതാണ് ഇവിടെ ഇത്രയും എടുത്ത് പറഞ്ഞു കൊടുത്ത് എനിക്ക് മലയാളം അറിയില്ല, മലയാളം അറിയില്ല. വെറുതെ വെറുതെ ഒന്നുമില്ല. അഴുക്ക് വാഷിംഗ് മെഷീനില് സമയം 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 വെറുതെ തപ്പ്. അങ്ങനെ പറയുന്ന സുന്ദരി വെറുതെ ഒരു കല്യാണം. സമയം തീരാറായി. വെറുതെ ഒന്ന് പറയാ. വെറുതെ ദോഷത്ത് പറയാ. ആള് വന്ന് മുംബൈ അഴുക്ക്. വെറുതെ പറയാ. ഈശ്വരനല്ല, അവളാണ്. സ്റ്റാർട്ട് ചെയ്തട്ടാ. ജീവിച്ചിരിക്കുക. അല്ലല്ല ജീവിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്നുകൂടിയും. അയ്യോ രണ്ട് തത്ത. അല്ല ഹാപ്പി ആണോ? ഹാപ്പി ദാദാഗിരി. ധാരാവി 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 ഇന്ത്യ 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 രണ്ട് പോയിന്റ് ഗൈസ്, ഇവിടെ പാട്ട് ചർച്ച ചെയ്യണതിന്റെ ഇടയില് ഒരാളൂടെ വൈബ് ആ പാട്ട് വൈബ് ചെയ്തിരിക്കുന്നു. പോണ്ടേ ഹൊററാണോ? അരെ സിൽസില രണ്ട് മിനിറ്റാ സിനിമയുടെ പേര് ആലോചിക്കാൻ. എന്റെ ചേട്ടൻ ക്ലിയർ ആയില്ലേ? ഓ ചേട്ടൻ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു കിട്ടിയോ? ഞാൻ പറഞ്ഞു ഞാൻ പോയി. അവനറിയാത്തോണ്ടാ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. ചേട്ടൻ പറയും. ടൈമർ ഇതെന്താ നിന്റെ കയ്യില്? ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടിരുത്തിയോളാം. അയ്യേ സൗണ്ട് വരുന്നല്ലോ. സൗണ്ട് വരുന്നല്ലോ. ഓ തന്നെ Come on. ചേട്ടാ
കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണപുരത്തെ വിശേഷങ്ങൾ. ശ്രീകൃഷ്ണപുരത്തെ കൃഷ്ണ പഴയ സിനിമ കൃഷ്ണപുരിയിലെ പ്രണയകാലത്ത് അടുത്താടാ Okay. അറിയില്ലടി 1, 2, 3. അതന്നെ സെയിം സംഭവം. അതന്നെ കൃഷ്ണ. സോറി കിളിച്ചുണ്ട മാമ്പഴം. ഇംഗ്ലീഷില്ലേ? ഇംഗ്ലീഷില്ല. ഇംഗ്ലീഷ് പഠില്ല ഇംഗ്ലീഷ്. അതെന്താ? ഇന്ന് ഓണാണ്, ഓണം. ക്രിസ്മസ് അല്ല, ക്രിസ്മസ് ആണെങ്കിൽ ഇംഗ്ലീഷ് എടുത്താൽ പറയാൻ പോണേ ചേച്ചി. അല്ലല്ല ആയിട്ടില്ലല്ലോ. പാട്ട് പ്ലേ ആക്കടാ. ഓക്കെ പ്ലേ ചെയ്തോ. ഓക്കെ 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ അതെ അതെ പട്ടാഭിരാമൻ. ഇത് എന്താണ്? ഓക്കെ ദൈവത്തെ വിളിച്ചു. ഓക്കെ 1, 2, 3 സ്റ്റാർട്ട്. അതന്നെ ആ മീശമാധവൻ. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണ പോലെ. ഓ ആ മീശമാധവൻ മീശമാധവൻ. Oh my god. ഇവിടെ വളർത്തു മൃഗങ്ങൾ. 2, 3 സ്റ്റാർട്ട്. പാട്ടൊക്കെയല്ലേ? ആക്ഷൻ അല്ല. അതെടാ. സമയം അതന്നെ പണ്ടത്തെ പടം. വളച്ചു അതെ ആക്ഷൻ ചേച്ചി. വാറലവ്. പേടിപ്പിക്കുന്ന ഞാൻ നേരത്തെ അങ്ങനെ എനിക്ക് എത്ര വാക്കുണ്ട്? സമയം ചേച്ചി. മൃഗയ. പട്ടാളം. സമയം വളർത്തുമൃഗങ്ങൾ. ചേട്ടൻ പറയല്ല. വളർത്തുമൃഗങ്ങൾ. ഈ കളിയിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. നമ്മൾ ജയിച്ചു. ജമാൻ. Ready? 1, 2, 3 start.
നോക്കല്ലേ അമ്മ നീ തിരിഞ്ഞിരിക്കണം നിന്റെ കയ്യിൽ ഓഫ് ചെയ്യണമെന്ന് കാണും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഓണത്തെ പറ്റി? ഞങ്ങൾക്ക് ഇത് ഇത്ര മനോഹരമാക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ചിപ്പി, ജിതീഷ്, അതുപോലെ എന്റെ ഫ്രണ്ട് രഹന, പൽക്കാർ ഫാമിലി, അനിതേച്ചി, സ്നേഹ, അലൻ, എല്ലാവരും അതിനുവേണ്ടി എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടു. ഇതും കൂടം വരെ എത്തി നിൽക്കാണ് ഞങ്ങള്. അപ്പോ ഇതുവരെ സഹായിച്ചതിനും കൂടെ നിന്നൊക്കെ നന്ദി. ഓണത്തിനെ പറ്റി പറയാൻ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഓണം വന്നേ, ഓണം വന്നല്ലോ, ബാക്കി പാടാറില്ല. ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, കുട്ടുകാരി ഇതിരിക്കുന്ന ഇതിലേക്ക് നോക്കിട്ട് ഹാപ്പി കഴിച്ചോളൂ. അപ്പു കഴിച്ചോളൂ, എന്റെ മോൻ കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ജിതീഷ് മാമ ഒന്നും ചെയ്യില്ലേ, എന്റെ മോനൊന്നും ചെയ്യില്ലേ, എന്റെ മോൻ പാവാ. ഞാനിങ്ങനെ നടക്കുണ്ട് അങ്ങനെ. ആരോ
അതായത് ഓണം ആശംസ നമ്മുടെ ചാനലിന്റെ 2025 ജയജേഷിയുടെ ഫസ്റ്റ് ഓണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം.